ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം ഫ്രൈയുടെ റെസിപ്പി നോക്കിയാലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മഷ്റൂം ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഒരു 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു സവാള ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയും വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട. മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടായിക്കോളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. മഷ്റൂം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മഷ്റൂമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വാങ്ങി വെക്കാം. നമ്മുടെ മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.